എനിക്ക് ലിവിങ് ടുഗദറിനോട് താല്പര്യം. കാരണം കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നീട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ. മാരേജ് ലൈഫ് ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ലിവിങ് ടുഗദർ. റീസൺ പറയാൻ പറ്റുമോ? റീസൺ എന്ന് പറഞ്ഞാൽ മാരേജ് ഭയങ്കര കോംപ്ലിക്കേഷനാണ്. എന്താ വെച്ചാൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ജനറേഷനിൽ കാണാം, ഒരുപാട് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭയങ്കര ഹാപ്പി ലൈഫായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ ലൈഫ് താറുമാറാകുന്നത് ഞാൻ നേരിട്ട് കണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം മാരേജ് ഞാനങ്ങനെ പ്രിഫർ ചെയ്യില്ല. മാരേജ് അത്ര നല്ലതല്ല എന്നല്ല, മാരേജ് കഴിക്കണം. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു നമ്മുടെ ഈ ജനറേഷനിൽ ലിവിങ് ടുഗദറാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതായത് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം വിവാഹം കഴിക്കുന്നതാണ്. അതെ, അത് നമ്മൾ ജീവിച്ച്, അതായത് ഒരുമിച്ച് ജീവിച്ച്, അപ്പോഴാണല്ലോ നമ്മൾ പ്രേമിക്കുന്ന ടൈമിലല്ലല്ലോ നമ്മൾ ജീവിതം. നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത്. കുറച്ച് കാലം താമസിച്ച് മനസ്സിലാക്കുമ്പോഴല്ലേ. ഈ മാരീഡ് ലൈഫാണോ ലിവിങ് ടുഗദറാണോ ബെറ്റർ? എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യാൻ കാരണം? മാരീഡ് ലൈഫ് അല്ലേ, ലൈക്ക് ഫാമിലിയും അക്സെപ്റ്റ് ചെയ്ത് കല്യാണം കഴിച്ച് ജീവിക്കുക. എന്തിനാ ലിവിങ് ടുഗദറൊക്കെ? ലിവിങ് ടുഗദർ ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരാളുടെ കൂടെ കുറച്ച് കാലം താമസിച്ച് അയാളെപ്പറ്റി അറിയാമല്ലോ, അറിഞ്ഞിട്ട് മാരീഡ് ലൈഫിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. മാരീഡ് ലൈഫിൽ ബെറ്റർ, ലിവിങ് ടുഗദർ ആയിരിക്കും ഏറ്റവും ബെറ്റർ. റീസൺ പറയാൻ പറ്റുമോ? അതാകുമ്പോൾ യാതൊരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊന്നുമില്ല. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിരിഞ്ഞു പോവുകയും ചെയ്യാം. യാതൊരു എഗ്രിമെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം നോർമലായിട്ട് ലിവിങ് ടുഗദർ എല്ലായിടത്തും ഉണ്ട്. അവരവരിഷ്ടമല്ലേ, അവരവരിഷ്ടത്തിന് കൂടുതൽ മനസ്സിലാക്കുക ആൾക്കാരാ. മാരീഡ് ലൈഫ് പ്രിഫർ ചെയ്യും. പക്ഷേ മാരീഡ് ലൈഫ് ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കൂടെ ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന ആളെ ചൂസ് ചെയ്ത് ചെയ്യും. അല്ലാണ്ട് ഫാമിലി, ഇപ്പം നമുക്കൊരാളെ മീൻസ് ഞാനൊരു മുസ്ലിം ഫാമിലിയിൽ നിന്നാണ്. സോ ഞങ്ങൾക്ക് നോർമലി അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അതല്ലാണ്ട് എനിക്കിഷ്ടപ്പെട്ട ആളായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ മാരീഡ് ലൈഫിന് തന്നെ കുറേ പോരായ്മകളുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റത്തില്ല, കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അതിനൊക്കെ എങ്ങനെയായിരിക്കും? അതാ പറഞ്ഞത്, ഇപ്പം നമ്മൾ ഈ അറേഞ്ച്ഡ് മാരേജ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഡയറക്റ്റ് പോവുകയാണ് ഒരു പെൺകുച്ചിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് കാണുന്നു, ഫാമിലിക്കും ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കല്യാണം ഉറപ്പിച്ച് അങ്ങനെ ആകുമ്പോൾ അന്നൊരൊറ്റ ദിവസം കൊണ്ട് മാത്രം നമുക്കൊന്നും ആ കൊച്ചിനെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം ഒരു ഫോൺ കൊടുക്കുന്ന ചടങ്ങും സംസാരിക്കലും മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആ കല്യാണം കഴിക്കുന്ന വ്യക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയതിന് ശേഷം അവർ ഓക്കെ ആണ് അവരൊരുമിച്ച് ജീവിക്കാൻ എന്നുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിനോടേ എനിക്ക് താല്പര്യമില്ലാത്തൊരു ടൈപ്പ് ഓഫ് ആളാണ് മാരീഡ് ലൈഫ്. റീസൺ പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്? പ്രത്യേകിച്ച് എനിക്കങ്ങനെ താല്പര്യമില്ല, ലിവിങ് ടുഗദറായിട്ട് താല്പര്യമില്ല. അല്ല, ഒരാളെ പ്രേമിച്ച കെട്ടാന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ കണ്ടപാട് കെട്ടുന്നില്ലല്ലോ, ഒരു മാസമൊക്കെ ക്യാപ്പ് എന്തായാലും അറിയാനുള്ളത് ഉണ്ടാവും. ലിവിങ് ടുഗദർ മാരീഡ് ലൈഫ്. റീസൺ പറയാൻ പറ്റുമോ? റീസൺ തന്നെ, നമുക്ക് കുഴപ്പമില്ല. മാരീഡ് ലൈഫാണ്. എന്താ റീസൺ പറയാൻ പറ്റുമോ? അതിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഇതൊക്കെ ഉള്ളത്. ലിവിങ് ടുഗദർ മാരി ആവാനായിട്ട് സമ്മതം അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് അല്ല, കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു റിലേഷൻ എന്നല്ല വരുന്നത്. അപ്പോൾ അതിലെന്താണ് ഒരു ഇതുള്ള ഒരു റിലേഷനാകുമ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റും ഇതൊക്കെ വേണം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്, വെഡിങ് ആണോ ലിവിങ് ടുഗദർ ആണോ ബെറ്റർ? ലിവിങ് ടുഗദറാണ് ബെറ്റർ. അതെന്താ കാര്യം എന്ന് അറിയാം, വിഷമിക്കേണ്ട ആവശ്യമില്ല പിള്ളേർക്ക്. എൻജോയ് ചെയ്ത് നടക്കുക, അത്രേ ഉള്ളൂ ലിവിങ് ടുഗദർ. ഓക്കെ, പോയി കഴിഞ്ഞാൽ അവിടെ മുഞ്ചിട്ട് അവിടെ തിരിക്കേണ്ടി വരും. ഇതാകുമ്പോൾ സീനില്ല, അവരുടെ ഇഷ്ടം കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോയിക്കാൻ, നമ്മുടെ ഇഷ്ടം കഴിഞ്ഞാൽ നമ്മൾ വരും, അത്രേ ഉള്ളൂ. സീനില്ല. ലിവിങ് ടുഗദർ നല്ലത്. കാരണം മാരേജ് ആയി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം അറിയും. കാരണം പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കും അടിയാൻ വഴക്കാവും, അങ്ങനെ സീനാവും. ലിവിങ് ടുഗദർ ആണെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം, അത്രയും സെറ്റപ്പ് ഉള്ളൂ. മാരീഡ് ലൈഫാവും. മാരീഡ് ലൈഫാണ് ബെറ്റർ. എന്തെങ്കിലും റീസൺ പറയാൻ പറ്റും? റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളും എല്ലാവരും അനുഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യുക, അതായിരിക്കും ബെറ്റർ. എന്ന് വെച്ചാൽ ഇത്രയും പേര് അപമാനിക്കുന്ന തുല്യമായിരുന്നു. അതുകൊണ്ട് മാരീഡ് ലൈഫാണ് ബെറ്റർ. ലിവിങ് ടുഗദർ ആണോ മാരീഡ് ലൈഫാണോ ബെറ്റർ? എന്താ തോന്നുന്നു? ലിവിങ് ടുഗദർ. എന്തുകൊണ്ടായിരിക്കും റീസൺ പറയാൻ പറ്റും? ഫ്രീഡം ഉണ്ടാവും. മാരീഡ് ലൈഫ് കുറച്ചും കൂടി പീസ്ഫുൾ ആയിരിക്കും. റീസൺ എന്തെങ്കിലും? കുറച്ചും കൂടി ഞാൻ അതാ പ്രിഫർ ചെയ്യണത്, എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ.